കഴിഞ്ഞ ദിവസം നമ്മൾ PV അൻവർ MLA പരാമർശത്തിൽ നിരവധി തവണ ഘട്ടങ്ങളായിട്ട് ആഭ്യന്തര വകുപ്പിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ വിശദീകരണവുമായിട്ട് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നത് കണ്ടു. അതിൽ 1.25 മണിക്കൂർ സംസാരിച്ചു. 1 മണിക്കൂറോളം വയനാട് നടന്ന ദുരന്തഭൂമിയിലുള്ള ആ ഒരു കണക്കിനെ രേഖപ്പെടുത്തിയിട്ടുള്ള ചർച്ചയായിരുന്നു. അതിനുശേഷം PV അൻവറിന് മറുപടി കൊടുക്കുന്ന തലത്തിലേക്ക് വിഷയങ്ങൾ അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചർച്ച. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കി. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ PV അൻവറിനെ നല്ല രീതിയിൽ തള്ളിക്കൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ADGP MR അജിത് കുമാറിനെയും സംരക്ഷിച്ച് ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രവണത നമ്മൾ കണ്ടു. ഒരു രീതിയിലും ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും അവരെ സർവീസിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മറ്റ് നടപടികളൊന്നും എടുക്കില്ല എന്നുള്ളത് പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒരു അന്വേഷണമൊക്കെ ഏർപ്പെടുത്താം. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നത് വരെയും അതിനിപ്പോ എത്ര കൊല്ലം നീണ്ടാലും ആ ഒരു റിപ്പോർട്ട് പൂർണ്ണമായിട്ട് വരുന്നത് വരെയും അവർക്കെതിരെ ഒരു രീതിയിലുള്ള നടപടികളും എടുക്കില്ല എന്ന് പിണറായി വിജയൻ ഈ പറഞ്ഞ PV അൻവറിനും അതുപോലെ തന്നെ ഈ പാർട്ടി സെക്രട്ടറിമാർക്കും അതുപോലെ തന്നെ മറ്റ് അണികൾക്കും എല്ലാവർക്കും ഒരു താക്കീതായിട്ട് തന്നെ പിണറായി വിജയൻ പറയുന്നത് കേട്ടു. അതിൽ നിരവധി കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. PV അൻവർ MLA കോൺഗ്രസിന്റെ ഒരു ആളായിട്ടാണ് ഇവിടെ രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ പാരമ്പര്യം നമുക്കറിയാം, കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് മോശപ്പെട്ട ഒരു കാര്യമാണ് PV അൻവർ ചെയ്തത്. എന്തെന്നാൽ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുന്ന സന്ദേശം അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ഒരു രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇതുപോലുള്ള പ്രവർത്തികളൊന്നും ഒരു CPM അനുഭാവി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന് പറ്റിയ ഒരു പ്രവണതയല്ല എന്നുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം എനിക്കതിൽ ആ ഒരു വിഷയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകമായിട്ട് ഞാനത് ആ ഒരു 1.25 മണിക്കൂർ കേട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആണ്. നമ്മുടെ പിണറായി വിജയൻ ഇതിനു മുമ്പ് നമ്മൾ നടത്തിയിട്ടുള്ള ഈ ഇതുപോലുള്ള മാധ്യമങ്ങളെ കാണുന്ന പരിപാടികളിൽ അദ്ദേഹത്തിന് ഒരു എവിടേക്കോ വീഴ്ചകൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ പറയാൻ ഉത്തരമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉടനെ ന്യായം പറഞ്ഞ് മാറും എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആക്ഷനും ബോഡി ലാംഗ്വേജ് ഒക്കെ. പക്ഷേ കഴിഞ്ഞ ദിവസം പൂർണ്ണമായിട്ടും പുള്ളി ഫ്രീ ആയി, പൂർണ്ണമായിട്ടും പുള്ളി എന്താണ്, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് പറഞ്ഞിട്ടേ പോകൂ, എന്തിനും മുതിർന്ന് ഇരിക്കുന്ന ഒരു മന്ത്രിയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇതില് വളരെയധികം പഠിച്ചുകൊണ്ട്, വളരെയധികം വിശകലനം ചെയ്തുകൊണ്ട്, വളരെയധികം സപ്പോർട്ടോടുകൂടി, പലരുടെയും സപ്പോർട്ടോടുകൂടി എഴുതി വെച്ച കാര്യങ്ങൾ വന്ന് വായിച്ച് തീർത്ത് സന്തോഷവാനായിട്ട് തിരികെ പോയി. പറയാനുള്ളവരോടെല്ലാം ഒരു മറുപടിയായിട്ട് തന്നെ മാധ്യമങ്ങളോട് വന്നിരുന്ന് പറയുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് PV അൻവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം വൈകുന്നേരത്തിനോടനുബന്ധിച്ച് നിലമ്പൂർ MLA PV അൻവർ വീണ്ടും പിണറായി വിജയന് മറുപടി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ പുള്ളി മറുപടി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല സ്ട്രൈറ്റ് ഫോർവേഡ് കണക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനും PV അൻവറുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ കണക്ക് സൃഷ്ടിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. അവർ തമ്മിലുള്ള ഒരു ഡിബേറ്റ് നമുക്കൊന്ന് കാണാം. അതില് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ PV അൻവറിന് കൊടുക്കുന്ന മറുപടിയെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെടുന്നത് PV അൻവർ MLA പിണറായി വിജയൻ PV അൻവറിനെതിരെ സംസാരിച്ചതിനെല്ലാം തിരിച്ച് മറുപടി, ആ സ്പോട്ട് കുറച്ച് ടൈമുകളുടെ വ്യത്യാസത്തിൽ തന്നെ മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരാനാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും നമുക്ക് വീഡിയോ നീട്ടിക്കൊണ്ടുപോകാതെ PV അൻവർ MLA പ്രതികരണം, പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടതിനെതിരെയുള്ള പ്രതികരണം നമുക്കൊന്ന് കണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. ഇപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം, പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ മറുപടി പറയാം. ഇവിടെ ഭാഗത്തു നിന്നുണ്ടായ വിഷയം, ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരാണ്. അത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ ചെറിയൊരു ശതമാനമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പോലീസിൽ IPS ഉൾപ്പെടെയുള്ള ഒട്ടനവധി സത്യസന്ധരായ, രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കഴിവും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ
നല്ല രീതിയിൽ ഹൈ ഗ്രാവിറ്റിയിൽ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ ശേഷിയുള്ള നല്ല ഐക്യമുള്ള ഓഫീസേഴ്സ്, അത് IPS ഓഫീസർ തൊട്ട് താഴെ സാധാരണ ഒരു പോലീസുകാരൻ വരെ ഉള്ള ഒരു സംസ്ഥാനമാണ്. 10ാം ക്ലാസ് പാസ്സാവാത്തൊരു പോലീസുകാർ നമ്മുടെ നാട്ടിലില്ല, എഴുത്തും അറിയാത്ത ഒരു പോലീസുകാർ നാട്ടിലില്ല. അപ്പം രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള പോലീസാണ് കേരളത്തിൽ, അതിലൊരു തർക്കമില്ല. പക്ഷേ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുകളെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം അത് ഇനിയും തുടരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബോധ്യം അതാണ്. ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ CM എന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും. അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ലെന്ന്. അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതിലൊരു തർക്കമില്ല. പക്ഷേ ഇവിടെ മനോവീര്യം തകരുന്നവർ, പോലീസിലെ മനോവീര്യം തകരുന്നവർ ഞാൻ ഈ പറഞ്ഞ 4-5% മാത്രമാണ്. ഈ ക്രിമിനലുകളാണ്, അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത്. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന IPS ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴേക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തോട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്, ഒരിട്ടധികം പോലീസ് ഓഫീസർമാരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായി പ്രവർത്തിക്കാൻ, ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥർ, സാധാ പോലീസുകാർ. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും, പോലീസിനെതിരെ എന്ത് നടപടി എടുത്താലും അതൊരു മനോവീര്യം തകർക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട CM ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ എളിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന. പിന്നെ രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മലപ്പുറം SP എന്ന സുജിത് ദാസ്, അദ്ദേഹത്തിൻ്റെ ഫോൺ കോള് ഞാൻ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, സ്വാഭാവികമാണ്. CM പറഞ്ഞ കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഞാൻ ഇന്നല്ല അഡ്മിറ്റ് ചെയ്യുന്നത്. ഈ ഫോൺ കോള് നിങ്ങളിലേക്ക്, ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത്. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, മാഷ് കേട്ടിട്ടില്ലേ? തോമസ് ചെട്ടി കേട്ടിട്ടുണ്ടോ? അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ്. ഇപ്പോഴല്ല, ഇത് പുറത്ത് വിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത് പുറത്ത് വിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. ഒരു IPS ഓഫീസർ ഒരു MLA കാല് പിടിച്ച് കാല് തിരുമ്പി കരയുന്ന 4-5 ദിവസത്തെ കോളാണ്. മുഴുവൻ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല, ബാക്കി കൂടി ഞാൻ പുറത്ത് വിട്ട് അതിലേറെ വഷളാവും ഈ പോലീസ് ഉദ്യോഗസ്ഥർ. എന്തിനാ കാല് പിടിക്കുന്നത്? ഒരു 10,000 റുപ്യേൻ്റെ ഒരു മരകഷ്ണം കട്ടുകൊണ്ടേ കേസാണ്. ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയവൻ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടികൾ ഉണ്ടാക്കിയവൻ, രാവിലെ വാതിലൊന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു മരം, ഈ പറയുന്ന മഹാഗണി മരം മുറിച്ച് കൊണ്ടുപോയ 10,000 റുപ്യേൻ്റെ കേസാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബനാഥന്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. ജനൽ തുറന്നിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങിയാൽ, അവളെ കൈവശമാക്കിയാൽ എന്താ സ്ഥിതി? അതാണ് ആ മരത്തിന്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള മരം തോന്നുന്നുണ്ട്. ആ മരം, ആ കേസിൽ അദ്ദേഹം എന്നോട് പറയും, ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നുണ്ട്, LSP ഇതൊരു അന്വേഷണം നടന്നോട്ടെ. അന്വേഷണം നടന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾ പരിപൂർണമായി കുറ്റവിമുക്തനാക്കപ്പെടുമല്ലോ. ഈ അങ്ങാടിയിൽ പാട്ടല്ലേ SP, നിങ്ങൾക്കല്ലേ മോശം? ആരോപണം ആരെ വരെയും വരാം, മുഖ്യമന്ത്രിയുടെ വരെയും വരാം, മന്ത്രിമാരുടെ പേരിൽ വരും, പാർട്ടി നേതാക്കന്മാർ എൻ്റെ പേരിൽ എത്രയോ വന്നിട്ടുണ്ട്. അത് ആരോപണം അന്വേഷിച്ച് തെളിഞ്ഞാൽ അത് അവസാനിച്ചല്ലോ. അതുകൊണ്ട് എന്താണ് SP അങ്ങനെ ഒരു അന്വേഷണം നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ കാല് പിടിക്കും. അല്ല അവസരി അങ്ങനെയല്ലേ? ഈ കാലുപിടുത്തം തുടർന്നോ? ഈ കാലുപിടുത്തം തുടർന്നാൽ എന്താ നമുക്ക് മനസ്സിലാവുക? അദ്ദേഹം കള്ളനല്ലെങ്കിൽ, ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ, പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ, ഓ ആയിക്കോട്ടെ MLA അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ച് സത്യം കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു IPS ഓഫീസർ ഇങ്ങനെ കള്ളത്തരം ചെയ്യുമ്പോൾ, ഈ കൊള്ളക്കും കൊലക്കും കൂട്ടു നിൽക്കുന്ന ഒരു IPS ഓഫീസർ ആ ഫോൺ റെക്കോർഡ് പറിച്ചവരെ എനിക്ക് തന്നല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 4-5 ദിവസം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാം. അദ്ദേഹത്തിന് മനസ്സിലായോ ഞാൻ ചോദിച്ചെടുക്കുകയാണെന്നുള്ളത്? ഏത് കുട്ടിക്ക് മനസ്സിലാവും? അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് പോലും അടച്ചു ദൈവം, അദ്ദേഹത്തിന്റെ ചിന്താശേഷി പോലും അടച്ചു. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സിലെ ഒരു കുട്ടി പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ആ ഒരു കാര്യം ഞാൻ പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഉന്നയിച്ച് വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ്? ഈ ഫോൺ റെക്കോർഡിംഗ് ആണ്. ആ ഫോൺ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഇതിന്ന് എവിടെ എത്തും?
ഇതെല്ലാം ഉണ്ടായിട്ട് ഈ തെളിവൊക്കെ ഉണ്ടായിട്ട് ഇത് തിരിഞ്ഞു വരുന്നുണ്ടോ നിങ്ങൾ? ഇത് തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തിരിയട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാനുള്ളത്, ഞാനത് ചെയ്തത് തെറ്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് വിശ്വസിക്കുകയാണ്. പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിൻ്റെ നന്മക്കും ഈ പബ്ലിക്കിൻ്റെ എന്താ പറയുക ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഈ സമൂഹത്തെ സീരിയസ് ആയി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ട് ചോദിക്കാം. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുന്നത് സ്വർണത്തിലെ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്നതാണ്. CM അങ്ങനെ പറയുന്നത് ശരിയാണ്, ഞാൻ എതിർക്കല്ല. ഈ CM ഇന്ന് പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ 92, 61, 100, 150, 153, 26, 176, 176, 176, 182 കേസുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ 182 കേസ്. 2022 92 കേസ്, 23 61, ഈ വർഷം 24 26 കേസ്. അപ്പോൾ ഈ കേസിൽ പെട്ട പ്രതികൾ ഇവരെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട CM പറഞ്ഞത്. അതും CMന്റെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ എന്താ വെച്ചാൽ സ്വർണ്ണക്കടത്ത് കേസ് ഇന്ന് CM പറഞ്ഞു, ആ സ്റ്റേറ്റ്മെന്റ് കേട്ടാന്ന് എനിക്കറിയാം. അപ്പം ഇതിലെ ഏതോ ഒരു പത്രമാധ്യമം ഇതിൽ സ്വർണം കൊണ്ടുവന്ന ഒരു പ്രതി അദ്ദേഹം കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റാണ്. അദ്ദേഹം ഏകദേശം 1.5 കിലോളം സ്വർണം കൊണ്ടുവന്നു. കോടതിയിൽ കൊടുക്കുമ്പോൾ 950 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. ബാക്കി സ്വർണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ആ പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പ്രതി. അതിൽ CMനെ തെറ്റിദ്ധരിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഈ കേസ്. ഞാൻ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഇത് തെളിയിക്കാൻ എന്താ മാർഗമുള്ളത്? ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ പറയുന്ന ഈ 172 കേസ് ഈ സ്വർണം കൊണ്ടുവന്നവരെ വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അവർ പിടിച്ച കേസാണല്ലോ. അവരെത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നിരുന്നത്? എവിടെ, എയർപോർട്ടിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് അവരെ പിടിച്ചത്? പിടിച്ചതിന് ശേഷം എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയത്? കൊണ്ടുപോയിട്ട് എന്താണ് ഈ പോലീസ് അവരെ ചെയ്തത്? ഏത് തട്ടാൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്? എവിടെ നിന്നാണ് ഇത് ഒരുക്കിയത്? ഒരുക്കിയിട്ട് ബാക്കി എത്രയാണ് കിട്ടിയത്? പരിശോധിക്കണ്ടേ? പോലീസ് കൊടുത്തൊരു റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് പാവം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പറഞ്ഞ റിപ്പോർട്ടിനെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം ശരീരത്തിലും ഡ്രസ്സിലും മറ്റും തേച്ച് വന്നു. ആ സ്വർണം കത്തിച്ച് കളഞ്ഞപ്പോൾ എടുത്തത് 950 ഗ്രാമ കിട്ടിയത് എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുമാത്രം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്? കേരളത്തിലെ ജനം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും കൂടി വിശദമായി വ്യക്തിപരമായി പഠിക്കണം. സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എവിടുന്നാ സ്വർണം പിടിക്കുന്നത്? ഈ എയർപോർട്ടിന്റെ ഫ്രണ്ടിലിട്ടിട്ടാണ്. എങ്ങനെ പോലീസ് പിടിക്കുന്നത്? പോലീസിന് ഇൻഫർമേഷൻ വരുന്നു, ഇങ്ങനെ ഒരാൾ സ്വർണ്ണമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച്, രാജ്യം അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീവ്. ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് നിയമം പറയുന്നത്. കാരണം ഇത് പിടിക്കേണ്ടത് ആരാ? പിടിക്കേണ്ടത് കസ്റ്റംസ് ആണ്. ഉടനടി അവർക്ക് വിവരം കൊടുക്കണം. ഒരു കേസിലും വിവരം കൊടുത്തിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കട്ടെ, എന്തുകൊണ്ടാണ് കൊടുക്കാറുള്ളത്? ആ ഇൻഫർമേഷൻ കൊടുത്താൽ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് 20% റിവാർഡാണ്. ഞങ്ങൾ പത്രക്കാർക്ക് തരാം. കസ്റ്റംസിന്റെ റിവാർഡ് സ്കീം എടുത്തു നോക്കിയോ ഫോർ ഇൻഫോമേഴ്സ്. ഇത് 2018 36/2018 സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയ സർക്കുലറാണ്. 20% ഇൻഫോമർക്ക് കിട്ടും. അത് ഈ പോലീസിന്റെ സഹായത്തോടു കൂടി പുറത്തുനിന്നാണ് പിടിക്കുന്നതെങ്കിൽ അവർക്കും അതിന്റെ ഷെയർ ഉണ്ട്. ഇന്ന് വരെ ഈ 170 കേസ് പിടിച്ചിട്ട് ഈ റിവാർഡ് വേണ്ട സുജിത് ദാസിന്റെ ടീമിന് കോടികൾ കിട്ടും. അവർക്ക് എന്താ ചെയ്തത്? കൊടുത്തിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കട്ടെ, എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്? ആ ഇൻഫർമേഷൻ കൊടുത്താൽ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് 20% റിവാർഡാണ്. ഞങ്ങൾ പത്രക്കാർക്ക് തരാം. കസ്റ്റംസിന്റെ റിവാർഡ് സ്കീം ശരിക്കും നോക്കിക്കോ ഫോർ ഇൻഫോമേഴ്സ്. ഇത് 2018 36/2018 സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയ സർക്കുലറാണ്. 20% ഇൻഫോമർക്ക് കിട്ടും. അത് ഈ പോലീസിന്റെ സഹായത്തോടു കൂടി പുറത്തുനിന്നാണ് പിടിക്കുന്നതെങ്കിൽ അവർക്കും അതിന്റെ ഷെയർ ഉണ്ട്. ഇന്ന് വരെ ഈ 170 കേസ് പിടിച്ചിട്ട് ഈ റിവാർഡ് വേണ്ട സുജിത് ദാസിനും ടീമിനും കോടികൾ
എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇവരെ പിടിച്ച് അന്വേഷിക്കണ്ടേ? ഇപ്പോഴും അന്വേഷണം അങ്ങോട്ട് എത്തിയിട്ടില്ല. ഞാൻ തെളിവ് കൊടുക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആളുകളൊക്കെ ചെറുതായിട്ട് തയ്യാറായി വന്നിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്, ഇതുവരെ ഈ IGP മാറ്റാത്തതോട് പലരും ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്. അവരാരും വരുന്നില്ല. ഞാൻ ഈ കൊണ്ടുവന്ന കാരിയസിനോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും വരില്ല, നിങ്ങൾ സ്വകാര്യമായിട്ട് IG-ക്ക് DGP-ക്കോ മൊഴി കൊടുത്താൽ മതി. അപ്പോൾ അവർ പറഞ്ഞു, അന്നോടൊക്കെ നിങ്ങൾ ഇപ്പോൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും, ഇത് കഴിഞ്ഞാൽ അവരെ കൊന്നായിരിക്കും, ഞങ്ങൾ വീണ്ടും കുടുങ്ങും. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതായാലും നിങ്ങളെ ഏർപ്പാട് ഇതാണ്, സ്വർണ്ണം കൊണ്ടുവരിക, കടത്തുക, പിന്നെയും പോവുക, ജാമ്യത്തിൽ ഇറങ്ങിയ ഇതാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ ശല്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടുമല്ലോ, അതെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആരും സത്യം പറ എന്ന് വരെ ഞാൻ പറയേണ്ടതെന്നുണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് പോലും അവർ തയ്യാറായി വന്നിട്ടില്ല. വരാത്തതിൻ്റെ കാരണം എന്താ? ഈ പറഞ്ഞ വിഷയങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം, ഇത് അന്വേഷിക്കുന്ന CM-ന്റെ ഓഫീസ് ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെ പോലീസ് സ്വർണ്ണം കസ്റ്റഡിയിൽ എടുക്കുന്നത്, എന്ത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കസ്റ്റഡിയിൽ എടുക്കുന്നത്? 102 CRPC. എന്താണ് 102 CRPC? ഏത് മലയാളത്തിലും കാണിച്ചൊക്കെ കാണാം. ഒരു അങ്ങാടിയിൽ ഒരാളെ കണ്ടു, ഓനെ വെറുതെ എന്താ അവിടെ നിൽക്കുന്ന എന്താ കാര്യം ചോദിക്കും, ഓനെ തപ്പിപ്പിടുത്തം വന്നു. കയ്യിൽ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ വില കൂടി എന്തെങ്കിലും കണ്ടു. പോലീസിന് സംശയാസ്പദമായി തോന്നുമ്പം കളവ് മുതലെന്ന ധാരണയിൽ പോലീസിന് ആ വ്യക്തിയെയും ആ മുതലും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് 102 CRPC. ഈ കേസ് മുഴുവൻ എടുത്തത് 102 CRPC-ലാണ്. ഇതെങ്ങനെ ഇവർ സംശയിക്കുന്ന കളവ് മുതലാണെന്ന്? ഇത് ആ പാസഞ്ചർ കയ്യിൽ അയാൾ വന്ന പാസ്പോർട്ട് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, അത് വിദേശത്ത് വന്നാണ്. അയാൾ ഇത് കളവായി കൊണ്ടുവന്നല്ല, അയാൾ ടാക്സ് വെട്ടിച്ച് കടത്തിയതാണ്. സ്വർണ്ണം കൊണ്ടുവന്നതിന് യാതൊരു നിയമ തടസ്സമില്ലല്ലോ. മയക്കുമരുന്ന് വരെ ബാൻ ചെയ്യപ്പെട്ട സാധനമല്ല സ്വർണം. ആർക്ക് വേണമെങ്കിലും സ്വർണം കൊണ്ടുവരാം. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ടാക്സ് അടക്കണം. ആ ടാക്സാണ് ഇവർ വെട്ടിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് കളവ് മുതലല്ല, കോടതിയിൽ നിൽക്കില്ല. എന്നാൽ പിന്നെ പുറത്തെത്തിയാൽ എന്താ ചെയ്യേണ്ടത്? അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റംസിനെ അറിയിച്ചില്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ സാധനം ഈ പ്രതിയെ നേരെ അവിടെ കൊണ്ട് ഏൽപ്പിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഇവർ ഈ പ്രതിയെയും കൂട്ടിപ്പോയി ഓൻ്റെ ട്രൗസറും ഷെട്ടി അടിച്ച് അത് ഉരുക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ട്രൗസറും ഷെട്ടി ആരെയും കൂട്ടിയിട്ട് നേരെ കസ്റ്റംസ് കൊണ്ടു വെച്ചാൽ മതി. അവർ ചെയ്യേണ്ട പണിയാണ്, അതിനവർക്ക് സംവിധാനമുണ്ട്. എന്തിനാണ് പണി ഈ പോലീസിൽ ചെയ്യുന്നത്? പോലീസിന് എന്ത് ഉത്തരവാദിത്തം ഇതിൽ? അവിടെയാണ് ഇതിൻ്റെ കള്ളത്തരം. അവിടെയാണ് കള്ളത്തരം. ഡയറക്റ്റ് ഇൻഫോം ചെയ്ത് അതിൻ്റെ ഒരുപാട് വാങ്ങുന്നതിന് പകരം ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഇവരുടെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അടിച്ച് കുത്തി നശിപ്പിച്ച് ഇവർക്ക് ആവശ്യമായ സ്വർണ്ണം എടുത്ത് അത് കഴിഞ്ഞ് കോടതിയിൽ കൊണ്ട് ഹാജരാക്കുകയാണ്. ഒരൊറ്റ കേസ് നിൽക്കില്ല എന്ന് വക്കീൽമാർ പറഞ്ഞു. കാരണം എന്താ അറിയോ? ഇവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ സാധാരണ കള്ളന്മാരെ പിടിച്ചാൽ പോലീസ് 161 സ്റ്റേറ്റ്മെൻറ്റാണ് എടുക്കുക. ആ കടലാസിൻ്റെ വിലയുള്ളൂ ഇന്ത്യയിലെ നിയമത്തിനത്. കാരണം നമ്മളതിൽ ഒപ്പിടിക്കുന്നില്ല. അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, പോലീസുകാർ പറയും, ആ മൊഴി അവരെ എഴുതും, മൊഴി എൻ്റെ സ്വന്തം മൊഴി അവിടെ വെക്കും. കോടതിയിൽ പുല്ല് വിലയില്ല. അതുകൊണ്ടാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിന് കോടതിയിൽ പോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ എടുത്ത് അത് വാലിഡാണ്. പക്ഷേ കസ്റ്റംസ് ആക്ടിൽ കസ്റ്റംസ് ആക്ട് 102, 108 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ 161 സ്റ്റേറ്റ്മെൻറ്റ് പോലീസിന് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത് കോടതിയിൽ വാലിഡ് അല്ല. അത് കോടതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അത് എടുക്കണോ വേണ്ടത് കോടതിക്ക് തീരുമാനിക്കാം. പക്ഷേ കസ്റ്റംസിലേക്ക് എത്തി കസ്റ്റംസ് ഈ സ്വർണ്ണം കൊടുക്കുന്നവൻ്റെ മൊഴി എടുത്താൽ അത് കസ്റ്റംസ് ആക്ട് 108 ആണ്. 108 എഴുതി മൊഴി എഴുതി ഒപ്പിട്ട് കൊടുക്കണം. 161 ഒപ്പിടലില്ല. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ അതേ കാര്യം കോടതി അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക. ആ പ്രതിയെ സംബന്ധിച്ച് പിന്നെ അതിന് മാറ്റി പറയാൻ കഴിയില്ല. മാറ്റി പറഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. അപ്പോൾ അത് ചെയ്യുന്ന കസ്റ്റംസാണ്, അത് ചെയ്യേണ്ടത് കസ്റ്റംസാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന 168, 70 കേസും വിട്ടുപോകുമെന്നാണ് പറയുന്നത്. പലതും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ കേസ് നിർത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഞാനൊരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്നൊരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ടോ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ? എന്തുദ്ദേശത്തിലാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിന്ന് പറയിപ്പിച്ചതാണ്. എന്താണ് ആ റിപ്പോർട്ട്? അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇവരെഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്, ADGP അജിത് കുമാർ എഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്. ഈ 170 ആളെ കേസ് എടുത്തിട്ട് ഇന്ന് വരെ ഈ പറയുന്ന അന്വേഷണ ഏജൻസി ഇവരാരുടെയും വീട് അന്വേഷിച്ച് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പം മരമുറി കേസ് നടക്കണല്ലേ, അന്വേഷണം നടക്കുക, വിജിലൻസിന് കൊടുത്തു. ഞാൻ 2 ദിവസമായിട്ടാണ് അതൊന്ന് അന്വേഷിക്കാൻ പറ്റിയത്.
വിജിലൻസിന്റെ അന്വേഷണം സത്യസന്ധമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മരം ലേലത്തിന് മുറിച്ച് എടുത്തുകൊണ്ടുപോയ ആളുകളെ ഈ മരത്തിന്റെ കുറ്റി പോയി കണ്ടെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം ഏത് മരം മുറിച്ചത്, അന്ന് ഞങ്ങൾ ലേലത്തിന് എടുത്ത് പോയതാണ്. അപ്പോൾ ഫോട്ടോ കാണിച്ചെടുത്തു മരത്തിന്റെ കുറ്റി. എടുത്ത വ്യക്തി പറഞ്ഞു ഫോട്ടോ കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാവില്ല, അവിടെ മരത്തിന്റെ കുറ്റി അവിടെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി കാണിച്ചിരുന്നാൽ ഞാൻ മുറിച്ച മരം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആ മരം ലേലത്തിനെടുത്ത ആ വ്യക്തിയെ സൈറ്റിൽ കൊണ്ടുപോയി അത് ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ നിമിഷം വരെ അരമണിക്കൂർ മുമ്പ് വരെ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ മരമുറി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പോലീസിന് ഇത് പിടിക്കാനുള്ള അധികാരം, എന്തു പിടിക്കാനുള്ള അധികാരമുണ്ട്. റോഡ് സൈഡിൽ എന്ത് കണ്ടാലും എവിടെ പിടിക്കാം. മണ്ണ് പിടിക്കുന്നില്ലേ? പോലീസിന് അധികാരം എന്താ? മണ്ണ് പിടിച്ചാൽ നേരെ ജിയോളജിക്ക് കൈമാറണം. അത് ജിയോളജിയാണ്. പിടിക്കാനുള്ള അധികാരമുണ്ട്. പിടിച്ചാൽ ആ പ്രതിയെയും തൊണ്ടി മുതൽ ഉൾപ്പെടെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് കൈമാറി ജിയോളജി അതിന് ഫൈൻ അടിച്ച് റിലീസ് ചെയ്യുക, കോൺഫിസ്കേറ്റ് ചെയ്യുക ചെയ്യും. അല്ല കോൺസെപ്റ്റ് അങ്ങനെയാണോ? അപ്പൊ അത് പോലീസിന്റെ പണിയാണോ? പോലീസിന് പിടിച്ചു കൊടുക്കാം. ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ച് പോകാം കള്ളന്മാർ. പാതിരാത്രിയിലെ പോലീസ് പട്രോളിൽ ഒരു ലോറി മരം കണ്ടു, പോലീസിന് സംശയം തോന്നി തടഞ്ഞു നിർത്തി. നോക്കുമ്പോൾ ഫോറസ്റ്റിന് മുറിച്ചുമായ മരമാണെന്ന് ബോധ്യപ്പെട്ടു. എന്താ ചെയ്യേണ്ടത്? ഉടനെ എന്ത് ചെയ്യണം? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫോം ചെയ്യണം. ഇവിടുത്തെ റേഞ്ചർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ വരണം, വണ്ടി കണ്ടെടുക്കും. പോലീസിന്റെ ആ GD എൻട്രി കഴിഞ്ഞാൽ ഓൾ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ ഡ്രഗ്സ്, ഡ്രഗ്സ് നമ്മൾ കഴിക്കുന്ന മരുന്ന്, പലജാതി ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പോലീസ് ചിലപ്പോൾ പിടിക്കുന്നുണ്ട്, ഇൻഫർമേഷൻ കിട്ടി, രൂപകത്ത് കിട്ടും. ഇന്ന സ്റ്റോറിൽ ഇന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. പോലീസിന് പോകാം, ഈ സാധനം കസ്റ്റഡിയിൽ എടുക്കാം. എന്താ എടുത്താൽ നേരെ ജില്ലാ ഡ്രഗ്സ് കൺട്രോളിൽ കൈമാറും. അതാണ് നിയമം അനുശാസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും സ്വർണ്ണം കണ്ടെടുത്തപ്പോൾ കട്ടുരുക്കി കൊണ്ടുവരാമെന്ന് പോലീസ് വിചാരിച്ചാൽ ആ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അത് ഈ കാലത്തിൽ ഉൾപ്പെടുത്താം. ഇത് എയർപോർട്ടിന്റെ മുറ്റത്ത് ഈ വരുന്ന പാസഞ്ചറെ പോക്കറ്റിൽ ഈ പറയുന്ന പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ഉണ്ട്. അവിടുന്ന് വരികയെന്ന് അറിയും. അപ്പോൾ എവിടുന്ന് കടം നടത്തി വരില്ല. ഇവൻ കസ്റ്റംസിനെ നികുതി വെട്ടിച്ച് വരിക എന്നുള്ള പരിപൂർണ്ണ ബോധ്യം ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? നേരെ പിടിച്ച് ഈ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവിടെയാണ് ഈ സംശയങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചാൽ പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ആമുഖമായിട്ട് പറയാനുള്ളത്. എന്താണ് നേരത്തെ ചോദിക്കുന്നത്? നേരത്തെ ഉത്തരം പറയാം. കറക്റ്റായിട്ട് കറക്റ്റായിട്ട് അല്ല, അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. ഞാനൊരു മിനിറ്റ് ചോദിച്ചിട്ട് ഉത്തരം പറയട്ടെ. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്ന അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. എനിക്കാ വിശ്വാസമില്ല. എനിക്കാ വിശ്വാസം തീരെയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന അഭിപ്രായം എനിക്കില്ല. നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായത്? പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും അറിയാലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച്, ഒരു മില്ലിമീറ്റർ പി ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പി ശശിയെ കുറിച്ചുള്ള അഭിപ്രായമാണ്. ബഹുമാനപ്പെട്ട CM-നെ അങ്ങനെ വിശ്വസിച്ച് CM അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം. അതിന് എനിക്ക് CM-നെ കുറ്റം പറയാൻ പറ്റില്ല. അത് CM ആണ് പഠിക്കേണ്ടത്. അല്ലാതെ വാസ്തവം ഞാൻ പറയുന്ന ഒക്കെ പങ്കും ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അട്ടിക്കാരിയായിട്ടല്ലേ പി ശശിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലേ? ഞാൻ പി ശശിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നാടിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സാമൂഹികവുമായി ബന്ധപ്പെട്ട, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം ശശി ചെയ്തു തരണമെന്ന് ഞാനങ്ങനെ മണ്ടനൊന്നുമല്ല. അല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 8 മാസമായി ഞാൻ പോകാറില്ല. ഞാൻ അദ്ദേഹവുമായി പരിപൂർണമായും തെറ്റുന്ന എപ്പോഴാണ്? ഈ രാജ്യദ്രോഹി, സാമൂഹ്യദ്രോഹിയായ ഈ സാജൻ സ്കറിയയുടെ കേസിന്റെ പിന്നിലാണ്. ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ, സാമൂഹ്യ ദ്രോഹിയെ, മതവിദ്വേഷിയെ, ഇവിടെ എന്താ പറയാ, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ, അവന്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിന്റെ ഭാരത സന്ദേശമാർത്തിയ ചോർത്തിയ കേസിൽ അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിന്റെ പിന്നിൽ ഈ ADGP അജിത് കുമാറും പി ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. വേറൊരു കാര്യം കൂടി, ഈ ചങ്ങാതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട് സമാനമായ കേസുകളിൽ ഇനി ഉൾപ്പെടരുത്, ഈ തന്ന ജാമ്യം ക്യാൻസലാവും. ഈ എത്ര കേസിലെ ശേഷം ഉൾപ്പെട്ടു? കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത ഈ പോലീസ് എന്തായിരുന്നു പി ശശിക്ക് പണി? എന്താണ് പി ശശിക്ക് പണി? റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും അതിന്റെ കുറ്റപത്രം കൊടുത്തിട്ടില്ല.
കുറ്റപത്രത്തിൽ അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് പിടിച്ചു വെക്കുന്നത്? സുപ്രീം കോടതിയാണ് പറഞ്ഞത് സമാനമായ ഒരു കേസിലും ഇടപെട്ടു കൊടുക്കുന്നു. അപ്പം അതങ്ങനെ ഇരുന്ന് തെറി പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ, വല്ലതും ബാക്കിയുണ്ടോ? എന്താ പോലീസ് ചെയ്യാൻ പറ്റുന്നത്? എന്താ പി ശശി അറിയാത്തത്? അവിടെയാണ് ഞാൻ ഉറക്കുന്നത്, അവിടെയാണ് ഞാൻ പി ശശിയായിട്ട് ഉറക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിലല്ല പോയത്, ഈ നാടിൻ്റെ പൊതുവായ വിഷയത്തിന് വേണ്ടിയിട്ടാണ് പോയത്, പാർട്ടിയുമായി സംസാരിച്ചിട്ടാണ് പോയത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോയത്. ഈ പറയുന്നവൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു കൊടുത്താണ്. ഈ രീതിയിലാണ് സാമൂഹ്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. CMA ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നാട് കേരളം കുട്ടിച്ചോറാകും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഒന്നങ്ങനെ എന്താ പറയുക, ഒന്നെന്നെ തള്ളിത്തന്നു. ഈ 66F ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നു. അവൻ ഈ പറയുന്ന ദേശദ്രോഹ കുറ്റത്തിൽ ഉള്ളിൽ പോകുന്നതിനോട് കൂടിയിട്ട് ചിത്രം അങ്ങോട്ട് മാറുക. അജിത് കുമാറിന്റെ സ്വഭാവം മാറി. ഈ ചങ്ങാതി ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പൂനെയിൽ ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ പോലീസ് എത്തുകയും ഒറ്റ കൊടുത്തു. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഡൽഹിയിലുണ്ട്, അവൻ അറിഞ്ഞു. അതിന്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തു. അവിടെ പോലീസ് പോയത് പോലുമില്ല. എൻ്റെ ആളുകൾ അവിടെ കാവലിരിക്കുന്നുണ്ട്, ഇവൻ വരുന്നുണ്ടോ നോക്കാൻ, പോലീസ് വരുന്നുണ്ടോ നോക്കാൻ. ആ വഴിക്ക് പോയില്ല. അന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത് ഇവർ കൂടി ചതിക്കുകയാണെന്നുള്ളത്. അന്ന് തുടങ്ങിയ അന്വേഷണം. ഇതുപോലെ ഒരു സാമൂഹ്യ വിരുദ്ധനെ ഇങ്ങനെ ഇവർ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇവർ എത്രമാത്രം സാമൂഹിക വിരുദ്ധരായിരിക്കണം എന്ന എൻ്റെ തോന്നൽ. ഞാൻ പിന്നാലെ പോയി. അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്. ഇത് CM പറഞ്ഞത് 100% ശരിയാണ്. CPMന്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, അത് സത്യമാണ്. കാരണം അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനവധി തവണ AKG സെന്ററിൽ കത്ത് കൊടുത്തോനാണ്. ഇപ്പോഴല്ല, ബഹുമാനപ്പെട്ട കുരിയേരി സഖാവ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ കണ്ടേ കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഈ സാജൻസ് കറിയുമായി ബന്ധപ്പെട്ട് ഇവനെപ്പോലെയുള്ള ചെറുതും വലിയതുമായ സാജൻസ് കറിയകൾ അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് 2, 3, 4, 5 തവണ ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പല പ്രാവശ്യം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കാൻ മാത്രം, ഒരു പുസ്തകം ആക്കാൻ മാത്രം ഉണ്ടാവും. AKG സെന്ററിലും ഈ പറയുന്ന ശശിയുടെയും പെട്ടി തപ്പിയാൽ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവന് എനിക്ക് എന്താ മാർഗം? ഞാൻ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ശരിയാണെന്ന്. ഞാൻ പഴയ കോൺഗ്രസ് തന്നെയല്ലേ, എൻ്റെ തർക്കം. ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു വന്നിട്ട്? ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാ സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പം ഞാൻ പഴയ കോൺഗ്രസ്സാ, EMS പഴയ കോൺഗ്രസ്സാണ്. അപ്പം അതൊന്നും CM പറഞ്ഞതിൽ ഒരു തെറ്റില്ല. CM പിന്നെ എന്താ പറഞ്ഞത്? പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ്. സത്യമാണല്ലോ, ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത്. എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. CM പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി 2-3 പ്രാവശ്യം ശ്രമിച്ചു. വാസ്തവമാണ്. ഞാൻ CMന് കൂടെ കത്ത് മഹേഷിനെ തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ ഒന്ന്. കാരണം ശശിയെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ ശശിയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഞാനിതാ ഈ കത്ത് നിങ്ങൾ നോക്കുന്നതായിട്ടാണ് ആ പത്രസമ്മേളനത്തിൽ CMനില്ല കത്ത് ഞാൻ പുറത്തിട്ടല്ലേ. അതുവരെ തന്നിട്ടില്ലല്ലോ. അല്ലല്ലോ, ഒരു മിനിറ്റ്. തരാതിരിക്കാൻ കാരണം എന്താ? അതങ്ങനെ സ്വകാര്യമായി പോട്ടെ എന്ന് ഉദ്ദേശിച്ചു. പക്ഷെ അത് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ, അല്ല ശശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾ സംശയമായി അങ്ങനെ വാർത്തുന്നു. അപ്പോൾ ഞാൻ കൊടുത്തു. അത് CMന് പറയുന്നതിന് എന്താണ്? ഇത് മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചല്ലേ. ഇപ്പൊ ആകത്തുക അല്ല, ആകത്തുക ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുന്നത്? ഒരു മിനിറ്റ് മോനെ അവിടെ ഉണ്ട്. ഇന്നിപ്പോ ആകത്തുക ഉച്ചയ്ക്ക് ശേഷം എന്താണ്? ഞാൻ ഈ എന്താ പറയാ കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലോബിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട്. ഇത് ആരുടെ സ്റ്റേറ്റ്മെന്റാ? CM എന്നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആരുടെ സ്റ്റേറ്റ്മെന്റാ? MR അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആദ്യം വന്നതല്ലേ. DGPക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ഇറങ്ങുമ്പോൾ MR അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? PV അൻവർ ഈ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് PV അൻവർ അല്ലേ മാഷേ, നിങ്ങളൊക്കെ കൊടുത്ത വാർത്തയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു പറയും. അങ്ങനെ പറഞ്ഞില്ല. ഞാൻ ഫുള്ളായിട്ട് കേട്ടോ. വയർലെസ് കേസിൽ ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് CM പറഞ്ഞില്ല. അതിനാണ് എവിടെ അത് കേട്ടതെന്ന് പറഞ്ഞു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും വലിയ കോലാഹലം ഉണ്ടായിട്ടും ഭരണപക്ഷ MLA ആയിട്ട് താങ്കൾ ഇത്രയും ആരോപണ തെളിവുകൾ പുറത്തുവിടും. ഇങ്ങനെ സ്ഥിരം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ മാത്രം ദുർബലനാണോ മുഖ്യമന്ത്രി? അതെനിക്കറിയില്ല. ഇപ്പോഴും ഈ നിമിഷവും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇനിയിപ്പോൾ ഇരുന്ന് ഈ പറഞ്ഞ പോലെ ഇവരെന്നെ ചവിട്ടി പുറത്താക്കുകയാണെങ്കിലും മനസ്സിലായോ, ഞാൻ മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ ഞാൻ ഉണ്ടാവില്ല. നിങ്ങളത് പ്രതീക്ഷിക്കും വേണ്ട. അതെനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും.
മനസ്സിലായോ? മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം, ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എൻ്റെ മാർഗം നോക്കും. അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരാടും. മനസ്സിലായോ? ഇപ്പം പി ശശിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഈ പി ശശിയെക്കുറിച്ച് പറയാൻ കുറച്ച് സഖാക്കൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. സങ്കടകരമാണ്. നിങ്ങൾക്ക് ഈ ഫോണൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. കണ്ണൂരിൽ നിന്ന് വന്ന രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ്, അമ്മമാരുടെ മെസ്സേജ്, കരഞ്ഞുകൊണ്ടുള്ള ഈ പൂരം കിടക്കലും ഈ RSSുമായുള്ള ബന്ധം, കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിന്റെ കഥ ഈ ഫോണിലാണ്. ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് പലതും ഈ പി ശശിയിലേക്കാണ്. ഇത് PV അൻവറിന്റെ മാത്രം അഭിപ്രായം ആരും തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിയുള്ളതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട CM-ന് ഒരു കാരണവശാലും ഇതൊന്നും അറിയിക്കില്ല, CM-നോട് ചർച്ച ചെയ്യില്ല, ഈ കാര്യങ്ങൾ CM-ന് ബോധ്യപ്പെടുത്തില്ല. എന്നാൽ പലരും CM-ന് വേണ്ടപ്പെട്ട ആളുകളാണ്. ആ വേണ്ടപ്പെട്ട ആളുകൾ ആത്മാർത്ഥപരമായിട്ടാണ് CM-നെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ വിവരം എന്താ CM-ന് കൊടുക്കാത്തത്? എന്താ കൊടുക്കാത്തത്? CM പോയിട്ട് പൊട്ടക്കനത്തിൽ ചാടിക്കോട്ടെ എന്നാണോ അവരുടെ വിചാരം? അതല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവരെന്താ CM-ന്റെ അടുത്ത് പോയിട്ട് CM അങ്ങനെയല്ല, ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താ ഇവർ പറയാത്തത്? ഇവരുടെ ഉദ്ദേശം എന്താ? ഈ മനുഷ്യനെ കൊണ്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ ഉറപ്പാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തെ കൂടി എനിക്ക് ഉറപ്പായത് ഇദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അതൊരു ശശിയും MR അജിത് കുമാർ മാത്രമൊന്നുമല്ല. പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് CM ആണ് പരിശോധിക്കേണ്ടത്. പാർട്ടിയുടെ നിലപാട് പറയാം എന്ന് പറഞ്ഞാണ് ഒരു അന്വേഷണം ഇല്ലായ്മ പ്രഖ്യാപിച്ചത്. ഈ പാർട്ടിയായിട്ട് താങ്കൾക്ക് എത്ര കാലം കൊടുക്കും? അല്ല, അത് CM പറഞ്ഞു, ഞാൻ കേട്ടല്ലത്. ഞാൻ ഇപ്പോൾ CM-ന് കൊടുത്ത പരാതി എന്നതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ വിഷയങ്ങളാണ് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. പാർട്ടിക്ക് കൊടുത്ത കത്ത് എന്താ? അത് പൊളിറ്റിക്കലാണ്. അത് പാർട്ടി സെക്രട്ടറി കൊടുത്തിട്ട് അദ്ദേഹം തരത്തില്ല. അത് വന്നാൽ പരിശോധിക്കുമായിരിക്കുമല്ലോ. പരിശോധിക്കാതെ വരികയും ആ കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു നിലപാട് പരാതിക്കാരനായ എന്നോട് ഒരു മറുപടി പാർട്ടിക്ക് പറയേണ്ടി വരുമല്ലോ, പറയേണ്ടി വരിക. അതൊരു സാമാന്യ മര്യാദയല്ലേ? ആ സാമാന്യ മര്യാദ കൂടി എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ സ്വകാര്യമായി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എണ്ണി 1 2 3 4 5 6 7 8 9 10 11 11 ആ 11 ഓരോ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നവർ അന്വേഷിച്ചാൽ കാണും. തിരുവനന്തപുരം സിറ്റിയിൽ അന്വേഷിച്ചാൽ കിട്ടും, തൊട്ടിപ്പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും, തൊട്ടപ്പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും. പാർട്ടി അന്വേഷിക്കട്ടെ. നിങ്ങളിതൊന്നും പാർട്ടിക്ക് ബോധ്യപ്പെട്ടില്ല. പൊന്നാര അൻവറേജ് പറഞ്ഞോന്ന് ഞങ്ങൾക്ക് ശരിയായിട്ടില്ല, ഞങ്ങൾക്ക് തന്നെ പറ്റില്ല, നീ പറഞ്ഞ മുഴുവൻ കളവെന്ന് പാർട്ടിയോട് പറയട്ടെ. അപ്പുറം കഴിക്കാനേ കണ്ടുള്ളൂ. ഏതാ അതൊക്കെ പോട്ടെ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് തന്ന വിവരം, ആ ഡോക്യുമെന്റ് എന്താ? 33,80,50 രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, 10ാമത്തെ ദിവസം വെക്കുന്നു 65 ലക്ഷം രൂപക്ക്. ഡോക്യുമെന്റ് അല്ലേ? അല്ല, ഈ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടോ? അത് ചോദിക്കുന്ന സഹോദരൻ കണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ് കണ്ടു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, ആ ഡോക്യുമെന്റ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പറയാം. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയൂ. ആ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടു, 33 ലക്ഷത്തിന് വാങ്ങി 65 ലക്ഷത്തിന് വിറ്റു 10 ദിവസത്തിനകം അല്ലേ? ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? പിന്നെ നിങ്ങൾ അഭിപ്രായം ചോദിക്കാൻ നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കണ്ട. നിങ്ങളുടെ വർത്തനല്ല, വേറെ പറഞ്ഞേ പറയും. നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായമില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് എന്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്? അതില്ല, അഭിപ്രായമില്ല, ഇവിടെ ഇരുന്നാൽ മതി. അത് ശരിയല്ല. ഇത്രയും കൃത്യമായ ഒരു സാധനം ചോദിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലാതെ പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഐ എം എ ഫൂൾ. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഫൂൾ. ഞാൻ പറയാനൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളിപ്പോൾ ഒരു പത്രപ്രവർത്തകൻ നിലക്കാണ് അവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ബാധ്യതയല്ലേ ഈ സമൂഹത്തിൽ? ഒരു സാധാരണ മനുഷ്യനെന്ന് അത് നിങ്ങൾ അത് കുറേ ഞാൻ പറഞ്ഞല്ലോ. അല്ല, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ കുറേ മറുപടി അറിയാം. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആ വേദിയാണിത്. നിങ്ങളുടെ അഭിപ്രായം അറിയണം, നിങ്ങളുടെ പത്രക്കാരുടെ അഭിപ്രായം അറിയണം. അത് നിങ്ങളുടെ വർത്തമാനം പറയാനില്ല. അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് ആരും വർത്തമാനം പറയും. അല്ല, അത് വേറെ വിഷയം. ഇയാളുടെ അഭിപ്രായം ചോദിച്ചല്ലോ, അതിനാണ് ഉത്തരം പറയണ്ടേ. 33 ലക്ഷത്തിന് വാങ്ങിയ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞാൽ 65 ലക്ഷത്തിന് വിറ്റാൽ താങ്കളുടെ അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് അഭിപ്രായം ഇല്ല. പിന്നെ അദ്ദേഹത്തോട് ഞാൻ ഉത്തരം പറയുന്നു. വിഷയമൊന്നും മാറ്റണ്ട, മനസ്സിലായോ? അങ്ങനെ വിഷയം മാറ്റണമല്ല ഞാൻ. നിങ്ങൾ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും. ആ പൂതി വെച്ച് എൻ്റെ മുന്നിൽ വരണ്ട. അഭിപ്രായം ചോദിച്ചാൽ തിരിച്ചു വെച്ചാൽ ഉത്തരം പറയണം, മനസ്സിലായോ? എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാലോ.
എല്ലാവർക്കും അറിയുന്നവരല്ലേ. എത്ര കാലം കാത്തുക്കും, എത്ര കാലം കാത്തിക്കാൻ പറയും. അല്ല, കാത്തിരുന്ന് കാണാം, കാത്തിരിക്കണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എന്തറിയോ? ക്ഷമിക്കുന്നവർക്കാണ് വിജയം. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. എന്റെ പൊന്നാര അരുണേ, നീ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ബാക്കിൽ പോലീസ് സ്റ്റേഷനാണല്ലോ. നിനക്കൊരു പോലീസ് സ്റ്റേഷൻ മുമ്പിലല്ലേ? നിനക്ക് പരിചയം ആരെങ്കിലും ഉണ്ടാവില്ല പത്രക്കാർ. നിനക്ക് ഒരു 4 പോലീസുകാരെ വിളിച്ചിട്ട്, അല്ല സഹോദര, ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ മനോവീര്യം തകർന്നൊക്കെയാണോ വർദ്ധിച്ചിട്ടാണെന്ന് ചോദിക്കും. എന്നിട്ട് അന്ന് നിന്റെ ഇതിലൊന്ന് വിട് ആ സാധനം, ആ പോലീസുകാരുടെ സ്റ്റേറ്റ്മെന്റ് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി. അല്ല, അത് ചെയ്തുതരോ? അരുണ ചെയ്തുതരോ? അത് ചെയ്യോ? അല്ല, അത് ചെയ്യല്ലോ. നിങ്ങൾ ഇത് നിങ്ങളെ ബാക്കിയല്ലേ? നിങ്ങൾ 4 പോലീസുകാരെ പോയി ചോദിക്കുന്നത്. അല്ല സഹോദരൻ, ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ മനോവീര്യം ഈ അൻവർ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി ഇവർക്കെതിരൊക്കെ പറഞ്ഞിട്ട് മനോവീര്യം തകർന്നതാണോ ചോദിക്കുന്നത്. 10 പോലീസുകാരോട് ചോദിച്ചാൽ അതിൽ 9 പോലീസുകാരും ഞങ്ങളെ മനോവീര്യം കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പരിപാടി നമുക്ക് നിർത്താനും 100% തെറ്റാണ്. പോലീസിന്റെ മനോവീര്യം ഉയർന്നിരിക്കുകയാണ്, കള്ളന്മാരുടെ മനോവീര്യം തകർന്നിരിക്കുകയാണ്. കൊള്ളസംഘമായ പോലീസിന്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറിയിരിക്കുകയാണ്. എനിക്കറിയാം. മുഖ്യമന്ത്രി 3-4 തവണ വിളിക്കുന്നു, ആദ്യ പ്രശ്നം നടത്തി ഓഫീസിലേക്ക് വരാൻ പറയും, അതൊക്കെ നിരാകരിച്ച് വീണ്ടും വാർത്താ സമ്മേളനം വിളിക്കുന്നു, പോകുന്നില്ല. ഞാൻ ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നില്ല. ഞാൻ ഓരോ വാർത്താ സമ്മേളനത്തിലും വിളിക്കുന്ന പറഞ്ഞ കാര്യം പറയാനല്ലോ. ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഓരോ സാധനം തരല്ലേ, ഓരോ തെളിവുകൾ തരല്ലേ, ഓരോ ഡോക്യുമെന്റ് തരല്ലേ. ഇത് നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയമല്ലല്ലോ പറയുന്നത്. ഞാൻ ഈ കേസുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നിങ്ങൾക്ക് എന്താ തന്നത്? ഈ ഡോക്യുമെന്റ് അല്ലേ? ഇപ്പൊ ഹൈദരാബാദിൽ ഫോൺ ചോർത്തി. എവിടെ DGP? എവിടെ DGP? നാട് വിട്ടില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NIA അന്വേഷിക്കണം. നിങ്ങളൊന്നും അറിയുന്നില്ലേ? ഞാൻ വായിച്ചുതരാം. പത്രക്കാർ തന്നെ അടക്ക് പത്രമൊക്കെ വായിക്കണം. നിങ്ങളൊരു സാധനം വായിക്കൂല, എന്നിട്ട് വെറുതെ എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക. ഈ നാട്ടിൽ നടക്കുന്ന കാര്യമില്ല ഇതൊക്കെ. എന്നിട്ട് ഞാനൊരു കള്ളൻ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പൊന്നാര സഹോദരന്മാരെ, ഇപ്പൊ ഒന്ന് കേട്ടെ, 1 മിനിറ്റ്. ഒന്ന് കേട്ടേ, 8 മിനിറ്റാ. കഴിഞ്ഞ വർഷം രേവന്ത് റെഡ്ഡി നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാര മാറ്റത്തിന് പിന്നാലെയാണ് ഫോൺ ചോർത്തൽ കേസ് പുറത്തറിയുന്നത്. പ്രതിപക്ഷ നേതാക്കളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ നിരവധി ഉന്നതരുടെ ഫോണുകൾ ഭരണകാലത്ത് ചോർത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കെ ചന്ദ്രശേഖർ റാവുവിന്റെ രാഷ്ട്രീയ എതിരാളികളായി നിരീക്ഷിക്കാൻ നവംബറിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപീകരിച്ച സംഘമാണ് ഫോൺ ചോർത്തിയത്. നിലവിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവരുടെ മൊബൈലും ചോർത്തി. മുൻ DCP രാധാകിഷൻ റാവുവാണ് വിഷയത്തിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത്. BRSന്റെ നേതൃത്വത്തിൽ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മാഷെ, നിന്റെ പാർട്ടി സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഭുജംഗ റാവു, അഡീഷണൽ തുടങ്ങിയ കുറേ ആളുകളുണ്ട്. എന്നിട്ട് നിങ്ങൾ കേട്ടോ, സംഭവവുമായി ബന്ധപ്പെട്ട് 3 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ അമേരിക്കയിലുള്ള സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോ മുൻ മേധാവി T. പ്രഭാകരൻ റാവുവിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തെലുങ്ക് ദേശം TV ചാനൽ 1 ന്യൂസ് നടത്തുന്ന ശരവണൻ റാവു, പോലീസ് ഉദ്യോഗസ്ഥ രാധാകൃഷ്ണൻ റാവു തുടങ്ങിയവർക്കാണ് നോട്ടീസ് അയച്ചത്. അങ്ങനെ വന്നിട്ട് ഇത് കേട്ടത് എങ്ങനെയാണ് ചോർത്തിയതെന്നല്ലേ കേൾക്കണ്ടല്ലോ. തോന്നിട്ട് ഇറങ്ങാം, പുറക്കം വരും. രേവന്ത് റെഡ്ഡിയുടെ ഫോൺ സംഭാഷണം ചോർത്തുന്നതിനായി അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ഇറക്കുമതി ചെയ്ത ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചതായാണ് വിവരം. സംസ്ഥാന ഇന്റലിജൻസ് സാങ്കേതിക കൺസൾട്ടന്റ് ആയിരുന്ന രവി പോൾ എന്ന വ്യക്തി രേവന്ത് റെഡ്ഡിയുടെ വസതിക്ക് സമീപം ഓഫീസ് ആരംഭിച്ചാണ്, വേറെ ഓഫീസ് തുടങ്ങിയിരിക്കുന്നത്, ടാപ്പ് ചെയ്യുകയും ഇസ്രായേലിൽ നിന്ന് കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ ഇറക്കുമതി ചെയ്ത ഉപകരണത്തിന് 300 മീറ്റർ ചുറ്റളവിൽ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ആണ്. മനസ്സിലായോ? അപ്പോൾ അവർക്ക് എന്ത് വേണ്ടി വന്നു? ഇസ്രായേലിന് താൻ ഇറക്കേണ്ടി വന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഈ അരീക്കോട്ടങ്ങാടിയിൽ ആ കുന്നിൻ്റെ മുകളിൽ ആ പോലീസ് ക്യാമ്പിലുണ്ട് ഈ പറയുന്ന മാവോയിസ്റ്റ് ഇന്റർസെപ്ഷൻ സെന്റർ. അവിടുന്ന് ഫോൺ ഓർത്തു ഞാൻ പറഞ്ഞത്. ഞാൻ ആ പരാതി കൊടുത്തിട്ട് 4 ദിവസമായി. ഇന്നും അതിൻ്റെ അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ 3 ആള് ഈ നിമിഷം വരെ മാറ്റിയിട്ടില്ല. ഒന്ന് മാറ്റെങ്കിലും വേണ്ടേ? ഞാൻ പറഞ്ഞതെന്താ, ഇവർ ചോർത്തിയ ഫോണുകൾ ചോർത്തിയെടുത്തത് ഒരു പക്ഷേ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം, ഹാർഡ് ഡിസ്ക് മാറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നാറുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഇതിലൊന്നും അന്വേഷണമില്ല. അപ്പം അന്വേഷണം നടക്കുന്നുണ്ട്. എന്താ പറയുക, DGPയുടെ നേതൃത്വമുള്ള SIT ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു അന്വേഷണം പോകുന്നുണ്ട്. പാരലൽ അന്വേഷണം നടക്കുക. ഈ MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ, ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ. എന്താണ് PV അൻവറിന് എവിടുന്നാണ് കിട്ടിയത്? ആരാണ് ആ വിവരം കൊടുത്തത്? എവിടുന്നാണ് ഈ മറ്റേ റിപ്പോർട്ടർ അവൻ്റെ കയ്യിൽ വന്നത്? ഇത് അന്വേഷണം നടക്കുക. ആരാ തെളിവ് കൊടുക്കുന്നത്? ഈ സ്വർണ്ണമായിട്ട് വന്നവർ ആരാ വീട്ടിലാണ് അൻവറിന്റെ ആളുകൾ പോകുന്നത്?
ഈ ഒരു അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. നടക്കട്ടെ. അതെ പെട്ടെന്ന് ഞാനൊരു കേസ് ഉണ്ടാവില്ല, അങ്ങനെ സുഖമായിട്ട് ഇറക്കും വിചാരിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ പാടെ കൂടി നാളെ തന്നെ ജയിലിടൂല അങ്ങനെ എന്താ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയം മുഴുവൻ ഇവിടെ ഉന്നയിച്ചത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു സമൂഹത്തിന് സമാധാനമായി കിടന്നുറങ്ങണം. ഇവിടെ ഈ ഗവൺമെന്റിന്റെ രണ്ടാമതും അധികാരത്തിലെത്തിയത് ഇവിടുത്തെ സഖാക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യരോട് കമ്മിറ്റിയുള്ള ഒരു ഗവൺമെന്റ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അടിത്തറക്ക് തുരങ്കം വെക്കുന്ന ഏർപ്പാടാണ് ഈ അജിത് കുമാറും ടീമും നടത്തുന്നത്. ഒരു പാർട്ടി സെക്രട്ടറിക്ക് പോലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ വയ്യാത്ത അവസ്ഥ ഈ സംസ്ഥാനത്തുണ്ട്. അതിന് കാരണക്കാരൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആ നയം മാറ്റണം എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്നാ അതെനിക്കറിയില്ല. എന്ത് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്റെ വീട്ടുകാരത്തിൽ ഇറങ്ങിയല്ലോ. അല്ല അതൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്കൊന്നും നേരം കിട്ടിയില്ല. നിങ്ങൾ ഈ പറഞ്ഞ ടി വി വാർത്തയൊന്നും കാണാൻ ഞാൻ ഈ പണിയിലല്ലേ. ആരെങ്കിലും പറഞ്ഞ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് നമ്മളെ സ്റ്റാഫ് ആരെങ്കിലും തരും, അതൊന്നും നോക്കുന്നല്ലോ. വേറെ നമ്മൾ നോക്കുന്നത് എനിക്കറിയില്ല. നിങ്ങൾ മനുഷ്യരുടെ പിന്തുണ ഉണ്ടാവുമല്ലോ. എന്റെ വലിപ്പം കൊണ്ടല്ലല്ലോ നിങ്ങൾ ഈ നിൽക്കുന്നതാണോ? നമ്മളെ കുറെ ചവിട്ടിക്കുട്ടി ആളുകളല്ലേ നിങ്ങൾ. നാളെ ചവിട്ടിക്കൂട്ടാൻ കിട്ടിയെങ്കിൽ ചവിട്ടി ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഉയർത്തുന്ന വിഷയം ഈ സമൂഹത്തിലൊരു സീരിയസ് വിഷയമായതുകൊണ്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്. അല്ല എൻ്റെ വലിപ്പം കൊണ്ടാണോ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചല്ലോ. ഞാൻ അങ്ങനെ ആരപ്പുറത്താണ്. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ കച്ചവടം മുഴുവൻ പൂട്ടിച്ചു നിങ്ങൾ. ഈ നിങ്ങളെ പൂട്ടിച്ചത്. അതിന് പിന്നിൽ നിന്ന് ഈ പറയുന്ന UDF-ന്റെ ആളുകളാണ്. കോടതിയിൽ മുഴുവൻ എൻ്റെ സ്വത്ത് മുതലുകൾക്ക് മുഴുവൻ നിങ്ങൾ കേസ് കൊടുത്തു. ഇന്ന് ഞാൻ കേസിൽ നടത്തി ഓരോന്ന് ഊരി വരികയാണ്. അന്ന് അവരെന്താ വിചാരിച്ചത്? എന്നെ അങ്ങോട്ട് പ്രതിരോധത്തിലാക്കിയാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി ഓലെ കൂടെ തിരിച്ചിരുന്നു. അന്ന് കേരളത്തിലെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പാവത്തിൽ ഡേറ്റ് വേണമെങ്കിൽ തന്നെ പരിശോധിച്ച് നോക്ക്. അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് കേരളത്തിലെ നിയമസഭയിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു തോർത്തുമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും. ഒരു കുമ്പിൾ കഞ്ഞി ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും. എന്നെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് പൊന്നാര പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ എപ്പോഴും പറയുന്നത്. ഒരു ചുക്കും അട്ടും ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറത്ത് ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. ഇത് എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല. എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എൻ്റെ കാല് പിടിച്ച ആ IPS 25 കൊല്ലം എൻ്റെ അടിമയാകാന്ന് പറഞ്ഞാൽ ഓണക്കുട്ടി 4 IPS കുട്ടി എനിക്ക് ഇറങ്ങാൻ മതിയായിരുന്നു. സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു. ഇതെല്ലാം ധരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കണം, മനസ്സമാധാനമായി കിടന്നുറങ്ങണം. മനുഷ്യന്റെ അവസാന അത്താണ് ആ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ സഹോദരി ഓടി ചെല്ലുമ്പോൾ നീ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ ക്രിമിനൽസ് അവിടെ വരുന്നുണ്ട്. അതിനെ എതിർക്കാൻ ഇറങ്ങിയത് ഒരാളും ചുക്കും ചെയ്യില്ല. അങ്ങനെ വിചാരിക്കും മാറ്റങ്ങൾ. എനിക്ക് അങ്ങനെ തകരുന്ന മനോവീര്യമല്ല. എന്റെ മനോവീര്യം മഞ്ഞുകട്ടോണ്ട് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മനസ്സിലായോ? ഞാൻ തീയിൽ ജനിച്ച അതുപോലെ ഈ വെയിലത്ത് പാടും നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ എന്നെ 3-4 കൊല്ലം മുമ്പ്. നിൽക്കാതെ എറിയലായിരുന്നു. നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു. എന്താ ചെയ്തത്? ഞാൻ എൻ്റെ അടിത്തറ ബലപ്പെടുത്തി. ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളുണ്ടായപ്പം മലപ്പുറത്ത്. ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു നിങ്ങളുടെ മുമ്പിലാണ്. അന്ന് ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാനൊന്നായിപ്പോയി. അന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരണം കക്കാടംപൊയിൽ. ഈ വെള്ളം തടുത്ത് നിങ്ങൾ നോക്കണം. അവിടുത്തെ SC അവിടുത്തെ ട്രൈബൽസുമായി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അവർ സത്യം നിങ്ങളോട് പറയുന്ന പറഞ്ഞപ്പോൾ അന്ന് മായച്ചില്ല. നമ്മളോട് രോഗികളിലൊക്കെ പറഞ്ഞു, പൊന്നാര MLA ഞങ്ങളവിടെ വന്നിട്ട് എന്താ കാര്യം? സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പറയണ്ടേ? ഞാൻ പറഞ്ഞു ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്കൊരു ബസ് എടുത്ത് പോകാമെന്ന്. ഉണ്ടായില്ല. അന്ന് PV Anwar എന്ത് ചെയ്തു പറയും? പക്ഷേ അതുവരെ ഇങ്ങനെ വിഷമെഴുതി വാർത്ത അങ്ങനെ വരുമ്പോൾ അവിടെ മാന്തി ഇവിടെ മാന്തി അവിടെ തിരക്കി ഇവിടെ തിരക്കി പറയുമ്പോൾ ഒരു ഇടങ്ങറല്ലേ? പണ്ടാറടക്കി ആദ്യമായിട്ട് MLA ആയതാ. മനുഷ്യൻ്റെ മുമ്പിൽ വഷളാകുമല്ലോ. അന്ന് PV Anwar തീരുമാനിച്ചു, നിങ്ങൾ ഉണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം എപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം. നമുക്ക് അത് വിട്ടാളി നമ്മളടുത്തേക്ക് വേണ്ട. ഇനി എന്തിനാ നിങ്ങൾ ബേജാറാവണെന്ന്? എനിക്കിനി എന്തിനും നിങ്ങൾ എന്താ ബേജാറാണ്? എനിക്കങ്ങനെ ബേജാറുണ്ടെങ്കിലല്ലേ? അല്ല എനിക്ക് ബേജാറുണ്ടെങ്കിലല്ലേ പൊന്നാരാരുടെ നീ നിനക്ക് ചെറിയ സേപ്പ് എന്നോടുണ്ട്. അതിന് നീ എന്തിനാ ബേജാറാവണെന്ന്? എൻ്റെ ഭാര്യക്കും മക്കൾക്കും ബേജാറില്ല. എൻ്റെ മോള് 11ാം ക്ലാസ്സിലാണ്. അവിടെ എന്താ പറഞ്ഞറിയോ? ഉപ്പ പോയിക്കോ. ഉപ്പാനോട് കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ. 2 മക്കൾ ഗൾഫുണ്ട്. അവർ വിളിച്ചു, ഉപ്പ പോയിക്കോ, ഞങ്ങളൊക്കെ അത്യാവശ്യം ആയിക്കണ്, ഒരു കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ. പിന്നെ ആരെയാ പരിഗണിക്കേണ്ടത്? ആരെ പരിഗണിക്കേണ്ടത്? പിന്നെ ഈ അജിത് കുമാറിന്റെ ഈ വാലോട്ടത്തിനോ? നിങ്ങൾ പറ, ആളെ നോക്കണത്. ഞാൻ ഒരാളെ തെറ്റിദ്ധാരണ തിരുത്താനില്ല. തിരുത്തണമെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിച്ചോല് തിരുത്തി കൊടുത്തോട്ടെ. ഞാൻ എപ്പോ ആണെങ്കിൽ മുഖ്യമന്ത്രി കാണും. എനിക്കെന്താ മുഖ്യമന്ത്രി കാണുന്നത്? അതെന്റെ നേതാവല്ലേ?
അല്ല പൊന്നാര മാഷ അല്ലാതെ നമുക്ക് കാണാണ്. അത് കഴിഞ്ഞ് അപ്പാലേക്ക് ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാറില്ല. എക്സിസ്റ്റിംഗ് സംഗതിയെ കുറിച്ച് ആലോചിച്ച പോലെ MLA വെള്ളം കുടിപ്പിച്ചു തന്നെ എഴുന്നേറ്റ് ആയിട്ടാണ്. എന്താ ചെയ്യാന്ന് ചില കാര്യം തിരിച്ചറിയാൻ സമയമെടുക്കും ചിലപ്പോൾ. അങ്ങനെയാണല്ലോ. സ്വർണ്ണക്കടത്ത് മാഫിയ ഇതിലൊക്കെ പ്രതിചേർക്കപ്പെട്ട ആൾക്കാരുടെ വിരോധമാണ് പോലീസിനെതിരായത്. അതിന് ഭീകരണം നിന്നു എന്നുള്ളത് ഇന്നിപ്പോ പറയാതെ പറയുന്നു. അല്ല അത് ഞാൻ ക്ലാരിഫൈ ചെയ്തല്ലോ. അങ്ങനെയൊക്കെ പറയാതെ പറയും. ചിലപ്പോൾ ഞാൻ ഇനി സ്വർണ്ണക്കേസിലോ കള്ളക്കേസിലോ കൊലപ്പണത്തിലോ ഒക്കെ എന്നെ ബുക്ക് ചെയ്യപ്പെട്ടേക്കാം. ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ കുറേ കണ്ട്. ആരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്, ആളുകളെ പേര് പറയണോ? ദേശീയ നേതാക്കന്മാർ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നു. കുറച്ച് റെസ്റ്റ് ഇട്ട് ജയിലിൽ പോയാൽ ഇന്ന് എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ 6 മണിക്ക് വെച്ച് കറക്റ്റായിട്ട് ഭക്ഷണം, 5 മണിക്ക് കാപ്പി, പിന്നെന്താ പറയുക 7 മണിക്ക് മറ്റേത്, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ്, നല്ല പച്ചക്കറി, രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാൻ ഒരുപാട് കാലമായി ഉറങ്ങിയിട്ട് അത്രയല്ലേ. നോ പ്രോബ്ലം. ആര് രാജിവെക്കുന്നു? നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്ത എന്നോട് രാജിയാ പറയുന്നത്? വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമില്ലാത്തൊരു വ്യക്തിയോട് ഞാൻ എന്താണ് സത്യം പറയാം. എനിക്കൊരു നാണക്കേട് തോന്നി നിങ്ങളെക്കുറിച്ച്. ഇത്ര ഉളുപ്പുമണിയില്ലാതെ ആളുകളായി നിങ്ങൾ ഈ പത്രക്കാർ ചിലരൊക്കെ മാറിയാലേ വലിയ അവസ്ഥ. വളരെ മോശമാണ്. അവനാ തിന്നത് അതിനൊരു ഉളുപ്പുണ്ടാവില്ലേ? അങ്ങനെയൊന്നും പത്രക്കാർ ഇത്ര ഉളുപ്പില്ലാതെ അവരുത്. ഈ വന്ന മനുഷ്യന്മാർക്ക് മുഴുവൻ അപമാനമായി നിങ്ങൾ ചെയ്ത ശരിയായില്ല. ഞാൻ നിങ്ങൾ എല്ലാവരോടും അല്ല കേട്ടോ. അല്ല എനിക്ക് വില സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലാത്ത താങ്കൾ എനിക്ക് വില ഇടണ്ട. അത് നിങ്ങൾ വില ഇടണ്ട. എനിക്ക് വില വേണ്ട. എനിക്ക് 0 മതി. മനസ്സിലായില്ലേ? 0. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഒന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കതിനെ പറ്റുന്ന അറിയില്ല. ഞാൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കണം. പാർട്ടി നിയമിച്ച വേറെ ആളുകൾ മുഖ്യമന്ത്രി ഓഫീസിലുണ്ടല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി പി ശശിയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തിരുത്താൻ പറ്റാറില്ല. എനിക്കറിയില്ലോ. നമ്മൾ ഈ നാട്ടുകാരനെ അല്ലോ. നാട്ടിലല്ലേ നിർത്താം നമുക്ക്.